നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വ്യാപാര മേഖലയിൽ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ സംസ്ഥാന ജാഥയും പാർലമെന്റ് മാർച്ചുമായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി. ചെറുകിട വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് ആവശ്യം. നോട്ട് നിരോധനം, GST, DGP വളർച്ചയിലെ ഇടിവ്, പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്ത് 2 ലക്ഷം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി സംഘടന. സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് ജനുവരി 13 കാസർഗോഡ് നിന്ന് തുടക്കം, 25 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപനം. തൃശൂരിൽ സ്വീകരണം ജനുവരി 18. കുന്നംകുളം, ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ സ്വീകരണ കേന്ദ്രങ്ങൾ. ആരോഗ്യ മേഖലയിൽ 42 വർഷം നീണ്ട മികവിന്റെ മുന്നേറ്റ ചരിത്രവുമായി മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ആരോഗ്യ, വിദ്യാഭ്യാസ, ചികിത്സാ മേഖലകളിൽ സമഗ്ര വികസന പാത വെട്ടിത്തുറന്ന് ആതുരാലയം. ആധുനിക പഠന സംവിധാനങ്ങളുടെ നവീകരിച്ച 2 ലെക്ചർ ഹാളുകളുടെയും 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച അലൂമിനി ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് 2:30 പരിപാടി. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ PN സുരേന്ദ്രൻ. 4 വർഷത്തിനിടെ 457 കേസുകളിലായി 4.5 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയതായി നഗരസഭ. വിവിധ ഭാഗങ്ങൾ പരിശോധിച്ച് മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കുമെന്നും പ്രഖ്യാപനം. വടക്കാഞ്ചേരിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി അക്ഷീണം പോരാടിയ CT ദേവസിയുടെ സ്മരണകളിൽ നിറഞ്ഞ നാട്. തെക്കുംകരയിൽ വിപുലമായ അനുസ്മരണ പരിപാടിയുമായി സ്മാരക ട്രസ്റ്റ്. CT ദേവസി സഹാരി പുരസ്കാരം വിതരണം ചെയ്തു. നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി. KPCC മുൻ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. KT ജോയിക്ക് പുരസ്കാരം സമർപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും CT അനുസ്മരണം. പൂർവ്വ സൈനികരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. പൂർവ്വ സൈനികർക്ക് തൊഴിൽ സംവരണം ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് കേരളമെന്നും സംഘടന. തൃശൂരിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നു. തൊഴിൽ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും 10% സംവരണം ഉറപ്പാക്കണമെന്ന് ആവശ്യം. ലോകരാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ചൈനയ്ക്ക് പുറമെ ഇന്ത്യയിലും സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലും അഹമ്മദാബാദിലുമാണ് സ്ഥിരീകരണം. 3 കുട്ടികൾക്കാണ് വൈറസ് ബാധ. ഒരു ആശങ്കയ്ക്കും വകയില്ലെന്ന് അധികൃതർ. ചൈനീസ് വകഭേദവുമായി ബന്ധമില്ലെന്നും വെളിപ്പെടുത്തൽ. പ്രതിരോധത്തിന് മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയതായി പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ. അയ്യപ്പ ശരണ മന്ത്രഘോഷങ്ങളാൽ മുഖരിതമായി വടക്കാഞ്ചേരി കുമരനെല്ലൂർ ചങ്ങാലി മഠപതി ക്ഷേത്രം. അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് മിനി പൂരച്ചാരുത. കരുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ ഗജവീരനും പഞ്ചവാദ്യ വിസ്മയവും ഉടുക്കുവാദ്യത്തിന്റെ ആരവും ഭക്തിയാവേശ കാഴ്ചയായി. മാമാങ്കവേദിയായ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഐശ്വര്യ കാഴ്ചയായി പുത്തൻ നടപ്പുരയും ഗോപുരവും. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ബൃഹത് പദ്ധതി ബുധനാഴ്ച വിശ്വാസികൾക്ക് സ്വന്തമാകും.
നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് 1 കോടി രൂപ ചെലവഴിച്ചെന്ന് ഉപദേശക സമിതി. സമർപ്പണ ചടങ്ങ് ഇടത് രാഷ്ട്രീയ വേദിയാക്കിയെന്ന് ഹൈന്ദവ സംഘടനകൾ. പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ശതാബ്ദി നിറവിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം. വിപുലമായ പദ്ധതിയുമായി SNDP സംഘടനയുടെ 5 മേഖലാ യോഗങ്ങൾ നടന്നു. തലപ്പിള്ളി യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര അകമലയിൽ റെയിൽവേ മാൽപ്പാലത്തിനു സമീപം രോഗിയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രദേശത്ത് സ്ഥിര സാന്നിധ്യമായിരുന്ന 65-കാരന്റെ മൃതദേഹമാണ് ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. അജ്ഞാതന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മൃതദേഹം മുളങ്ങുംകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. എടത്തുരുത്തി പുളിഞ്ചോട് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു. പുത്തൻ പീടിക സ്വദേശി 30-കാരൻ വിനീതാണ് ദുരന്തത്തിനിരയായത്. മകരവിളക്ക് തീർത്ഥാടനം ഭക്തജന സാഗരമായി ശബരിമല. അയ്യപ്പ സന്നിധിയിലെത്തിയവരുടെ എണ്ണം 6 ലക്ഷം കടന്നു. കൂടുതൽ പേർ ദർശനം നടത്തിയത് ഡിസംബർ 31-ന്. സത്രം പുല്ലുമേട് കാനന പാത വഴിയുള്ള പ്രവേശന സമയം 1 മണിക്കൂർ നീട്ടി.